വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സെബിൻ ആന്റണി, ഇസ് മൈ ചാനൽ സെബിൻസ് വ്ലോഗ്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലാണുള്ളത്. കൊല്ലം ജില്ലയിലെ കൊട്ടംകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ്. അപ്പം ഇന്ന് ചമയവിളക്ക് ഉത്സവമാണ്. മാർച്ച് 23 മുതൽ മാർച്ച് 25 വരെയാണ് ചമയവിളക്ക് ഉത്സവം നടത്തപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സുന്ദരന്മാരായ ചേട്ടന്മാർ വളരെയധികം സുന്ദരിമാരായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് വിളക്കൊക്കെ എടുക്കുന്ന ഒരു ദിവസമാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്നൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചമയവിളക്ക് എടുക്കുവാൻ വന്നിട്ടുള്ള ഭക്തജനങ്ങൾ ദർശനം കിട്ടാതെ വെളിയിൽ കാത്തു കിടക്കുകയാണ്. അതുകൊണ്ട് പേരെങ്ങനെയായിരുന്നു? സിനീഷ്. സ്ഥലം എവിടെയാ? എവിടെ? ചാവറ. ഇവിടെ തന്നെയാണ്. ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് വിളക്കെടുക്കുന്നത്? 5ാമത്തെ പ്രാവശ്യം. ഓക്കെ. അപ്പോൾ ഓരോ തവണ വിളക്കെടുക്കുമ്പോഴും എല്ലാം നിയോഗവും ഇതായിട്ട് പോകുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതാണ്. പേരെങ്ങനെയായിരുന്നു? ടോക്കർ. സ്ഥലം എവിടെയാ? കൊല്ലം. ഇത് ഫസ്റ്റ് ടൈമാണോ വിളക്കെടുക്കുന്നത്? ആണല്ലേ. ഓക്കെ. കുഴപ്പമുണ്ടോ? ഇങ്ങോട്ടൊന്ന് പോവല്ലേ? പറഞ്ഞ പ്രശ്നമുണ്ടോ? പേരെന്താണ്? ഹലോ, എവിടുന്ന വരുന്നേ? എറണാകുളം. എവിടുന്ന് വരുന്നേ? എറണാകുളം. എവിടുന്ന വരുന്നേ? എല്ലാവരും എറണാകുളം എന്നല്ലേ? പേരെങ്ങനെയായിരുന്നു? ശിഖ. സ്ഥലം എവിടെയാ? മലപ്പുറം. പേരെങ്ങനെയായിരുന്നു? ഷിബു. സ്ഥലം എവിടെയാണ്? സ്ഥലം കുണ്ടറയാണ്. കുണ്ടറ. ഓക്കെ. ആദ്യമായിട്ടാണ് എടുക്കുന്നത്? ആദ്യമായിട്ടാണല്ലേ. ഓ, അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇങ്ങനെ ഒരു മേക്ക് ഓവർ നടത്തി കൊടുക്കുകയും ചെയ്തപ്പോഴത്തേക്ക് എന്താ തോന്നിയത്? എന്താണ്? ഞങ്ങൾ ജീവിതം ഒരിക്കലുമായിട്ടെങ്കിലും ഒരു സ്ത്രീയുടെ വേഷം ഒന്നിടണം എന്നൊരാഗ്രഹമുണ്ട്. ഇന്നിങ്ങനെ ഒരു ക്ഷേത്രം
കേട്ടു ഒരു നേർച്ചയായിട്ട് ഞങ്ങളിഞ്ഞ് പോരുന്നതാണ്. ആണല്ലേ. അപ്പോൾ ഞാൻ ചോദിട്ടെ, ഇങ്ങനെ ഈ രൂപം കണ്ണാടി തന്നെ കണ്ടപ്പോൾ എന്നാ തോന്നിയത്? സുഹൃത്തുക്കളും ഒക്കെ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഞാൻ തന്നെയാണെന്നുള്ള കാര്യമല്ലേ? ഓക്കെ. സ്വയം കണ്ടപ്പോഴേക്ക് എന്നാ തോന്നിയത്? സ്വയം കണ്ടപ്പോൾ എനിക്ക് സ്ത്രീകളുടെ ഒരു പാട് മനസ്സിലായപ്പോൾ. ബുദ്ധിമുട്ടല്ലേ? നേരം. പേരെങ്ങനെയായിരുന്നു? ലിബു. സ്ഥലം എവിടെയാ? കുണ്ടറ. അടുത്തടുത്താണോ നിങ്ങൾ? ഓക്കെ. എത്രാമത്തെ തവണ വിളക്കെടുക്കുന്നത്? ആദ്യമായിട്ട് എടുക്കുവാണല്ലേ. അപ്പോൾ ഈ ഒരു വിളക്കെടുത്ത് ഒരു അനുഭവത്തെക്കുറിച്ച് എന്താ? ഫസ്റ്റ് ടൈം ആണല്ലോ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഡ്രസ് മേക്ക് ഓവറൊക്കെ ഒരു കൊടുക്കുകയെല്ലാം ചെയ്തപ്പോഴത്തേക്ക് എന്താ ആർക്കും മനസ്സിലായില്ല. അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ നമ്മൾ തന്നെ പറയേണ്ടി വന്നു ആണെന്നൊക്കെ ഉള്ള. സ്വയമേ തോന്നിയത് എന്താണ്? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ഒരു മുഖം അങ്ങനെ. ചാരു പേരെങ്ങനെയായിരുന്നു? ദിയ. ഇപ്പോൾ എത്ര വർഷമായിട്ട് വിളക്കെടുക്കുന്നത്? 18 ഇയേഴ്സ്. അപ്പം സ്ഥലം ഇവിടെ തന്നെയാണ്? തൃശ്ശൂരാണല്ലേ? ഓക്കെ. ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിരുന്നു. പേരെങ്ങനെയായിരുന്നു? ചാരു. സ്ഥലം എവിടെ? തൃശ്ശൂർ തന്നെ. ഇപ്പോൾ എത്ര വർഷമായിട്ട് എടുക്കുന്നുണ്ട്? 5-6 വർഷമായിട്ട്. ഓക്കെ. പേരെങ്ങനെയാണ്? നന്ദന. എല്ലാവരും തൃശ്ശൂർ തന്നെയാണോ? എല്ലാവരും തൃശ്ശൂർ തന്നെയാണ്. ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട്? 6-7 വർഷമായിട്ട് എടുക്കുന്നുണ്ടല്ലേ? ഓക്കെ. ശരി. പേരെങ്ങനെയായിരുന്നു? പേര് സ്നേഹ. സ്ഥലം എവിടെയാ? എറണാകുളം. അപ്പം ഫസ്റ്റ് ടൈം എടുക്കുന്നതാണോ? അല്ല, അവിടെ ഇപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് എടുക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു? ഇന്നലെ വിളക്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓരോ ടൈമിൽ ഓരോ കോസ്റ്റ്യൂംസ് ആണ്? ഇന്നലെ ഈ കോസ്റ്റ്യൂം തന്നെയായിരുന്നു? നമ്മൾ 2 ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്താൽ വരുന്നത്. ആണല്ലേ? അവിടുന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്? നമ്മൾ കൊല്ലത്തേക്ക് വേണ്ടി ഇപ്പോൾ ഒരു 3 മാസം തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു ഓരോ ഡ്രസ്സും കാര്യങ്ങളും. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കോസ്റ്റൊക്കെ അപ്പോൾ എത്രയായി കാണും? റേറ്റ് ഒന്നുമില്ല. ഇതിലിപ്പോൾ സിമ്പിളായിട്ടുള്ള ബ്ലൗസ് റെഡിമെയ്ഡ് എടുക്കുക. അല്ല, ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ എത്ര? ഇല്ല, മേക്കപ്പിന് അതിന് ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണല്ലേ? ഓക്കെ. അപ്പം ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ചെയ്യുന്നത്? ഞാനിപ്പോൾ നാലാമത്തെ. അപ്പോൾ ഈ 4 പ്രാവശ്യവും പ്രാർത്ഥിക്ക് കൊടുക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി കൊടുക്കുന്നുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ. ശരി. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് അജിത്ത്. എവിടെ? സ്ഥലം എവിടെയാ? എൻ്റെ സ്ഥലം കുന്തളത്താണ്. കൊല്ലം ജില്ലയിൽ കുന്തളത്ത്. ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്? അല്ല, ഞാൻ രണ്ടാമത്തെ വട്ടം. ഓക്കെ. ഈ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എന്താ പറയുന്നത്? ഞാനിത്ര സുന്ദരിയാണോ തോന്നിപ്പോയോ? തോന്നിയില്ല.
നമുക്കറിയാമല്ലോ ജെൻസ് പെട്ടെന്നൊരു ലേഡി ആകുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് അബിൽ. 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 സ്ഥലം എവിടെയാ? മാടത്തറ. മാടത്തറ. കൊല്ലത്ത് തന്നെയാണോ? ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്? ഇന്നലെ തൊട്ട്. ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നും എടുത്തിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ. അപ്പം ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയെല്ലാം ചെയ്ത് ഡ്രസ്സൊക്കെ ഇതാക്കി കഴിഞ്ഞപ്പം എന്താ ഒരു തോന്നിയത് എന്തായിരുന്നു? നല്ലൊരു അനുഭവം. നല്ലൊരു അനുഭവം. അപ്പോൾ അടുത്ത വർഷം എടുക്കുന്നുണ്ടോ? അങ്ങനമാരായി അടിഞ്ഞൊരുങ്ങി നാണം കുടുങ്ങി ചമയം അഞ്ച് തിരിയിട്ട് ചമയവിളക്ക് കത്തിച്ച് അമ്മേ നാരായണ ദേവി നാരായണ എന്ന പ്രാർത്ഥനാ മന്ത്രോച്ചാരണത്തോടുകൂടി ദേവിയെ കൈവ പേരെങ്ങനെയായിരുന്നു? അനീഷ്. അനീഷ്. ഇവിടെ തന്നെ, സ്ഥലം ഇവിടെ തന്നെയാണോ? ഇത് എത്രാമത്തെ പ്രാവശ്യം വിളക്കെടുക്കുന്നത്? ഫസ്റ്റ് ടൈമാണോ? അല്ലല്ല, ഇതിനു മുമ്പ് എണ്ണീട്ടൊന്നുമില്ല, എല്ലാ പ്രാവശ്യം എടുക്കുന്നതാണല്ലേ? എടുക്കുവാൻ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ചമയവിളക്ക് എടുക്കുവാൻ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും 100 രൂപയുടെ സംഭാവന കൂപ്പൺ വാങ്ങേണ്ടതാണ്. ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ചമയവിളക്ക് എടുക്കുന്നതാണ് ദേവിക്ക് ഏറ്റവും പ്രിയം. അതുകൊണ്ട് പേരെങ്ങനെയായിരുന്നു? വിഷ്ണുപ്രിയ. സ്ഥലം എവിടെയാ? എറണാകുളം. ഇപ്പം എത്ര വർഷമായിട്ട് എടുക്കുന്നുണ്ട്? 3 വർഷമായിട്ടല്ലേ? ഓക്കെ. പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു സഫലമാവ് കൊടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ടോ? പേരെങ്ങനെയായിരുന്നു? ശ്രുതി. എറണാകുളം തന്നെയാണ് സ്ഥലം. ഇപ്പം എത്ര വർഷമായിട്ട് എടുക്കുന്നുണ്ട്? 4 വർഷമായിട്ട്. ഈ 4 വർഷമായിട്ട് പ്രാർത്ഥിക്കുക കൊടുക്കുകയും ചെയ്ത ആഗ്രഹങ്ങളെല്ലാം സഫലമായിട്ട് ആഗ്രഹിക്കുക എല്ലാം സഫലമാവ് കൊടുക്കുകയും ചെയ്തു. പേരോ? ഗായത്രി. സ്ഥലം എറണാകുളം തന്നെയാണോ? എത്രാമത്തെ വർഷം ഇതെടുക്കുന്നത്? ആദ്യത്തെ തവണയല്ലേ? അപ്പം ഞാൻ ചോദിച്ചിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയെല്ലാം ചെയ്ത് ഇങ്ങനെ ഇതെടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. മൊത്തത്തിലൊരു മേക്ക് ഓവർ നടത്തി കൊടുക്കുകയും ചെയ്തല്ലോ. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പേരെങ്ങനെയായിരുന്നു? അനീഷ്. ഇപ്പം വീട് ഇവിടെ തന്നെയാണോ? കുറച്ചാണ്. അപ്പം വിളക്കെടുത്തിട്ട് പോകുന്നതാണോ അതോ രാവിലെ? അപ്പം രാവിലെ ഒരു വിളക്കുമായിട്ട് ഇവിടെ തന്നെ നിൽക്കുവാണോ? ഓക്കെ. ഇതിപ്പോൾ എത്ര വർഷമായിട്ട് എടുക്കുന്നുണ്ട്? 7 കൊല്ലം. അപ്പം ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സഫലമാവ് കൊടുക്കും ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, ശരി. ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 3:30 ആയിട്ടുണ്ട്. ഇപ്പം 3:30 ആയിട്ട് പോലും അവിടുത്തെ പരിപാടികളും കാര്യങ്ങളും ഒന്നും അവസാനിക്കുക കൊടുക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ പരിപാടികളെല്ലാം അവസാനിക്കുന്ന ഏകദേശം 6 മണിയോടുകൂടി അടുക്കും. വിളക്കെടുപ്പും കാര്യങ്ങളെല്ലാം ആ സമയത്തോടു കൂടിയാണ് സമാപിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് കൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ സെബിൻ ആൻ്റണി. ഇറ്റ്സ് മൈ ചാനൽ സെബിൻസ് വ്ലോഗ്സ് സൈനിങ് ഔട്ട്. ബൈ.